മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ 3rd ക്ലാസ്സാണ്. അതിൽ ഇവിടെ നമ്മൾ പറയുന്നത് ബേസിക് എഡിറ്റിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ എഡിറ്റിങ്ങിൽ ഫസ്റ്റ് വരുന്നതാണ് ഫൈൻഡ് ആൻഡ് റീപ്ലേസ്. ആ വേർഡ് പോലെ തന്നെയാണ് അത് മീൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൈക്രോസോഫ്റ്റ് വേർഡ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഒരു പേജ് ടൈപ്പ് ചെയ്തു എന്ന് വിചാരിക്കാം. ഒരു പേജല്ല, ഒരു 100 പേജ് ടൈപ്പ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ അതിൽ ഇപ്പോൾ ഫസ്റ്റ് പേജിൽ മാത്രം ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അതായത് ഒരു വേർഡ് ടൈപ്പ് ചെയ്യേണ്ടതിന് പകരം നിങ്ങൾ വേറൊരു വേർഡാണ് ടൈപ്പ് ചെയ്തതെന്ന് വിചാരിക്കാം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പറവൂർന്ന് ടൈപ്പ് ചെയ്യേണ്ടതിന് പകരം നിങ്ങൾ ഒരു പേജിൽ കൊടുങ്ങല്ലൂർന്ന് ടൈപ്പ് ചെയ്തു. അപ്പോൾ ആ മിസ്റ്റേക്ക് ആ ഒരു പേജിൽ മാത്രമേ ഉള്ളൂവെങ്കിൽ നിങ്ങൾക്കത് കറക്റ്റ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും അല്ലേ. ആ കൊടുങ്ങല്ലൂരിൽ നിന്നുള്ളത് ഡിലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താക്കിയാൽ മതി, പറവൂർന്നാക്കിയാൽ മതി. പക്ഷേ ഈ സെയിം മിസ്റ്റേക്ക് നിങ്ങൾ ഈ 100 പേജിലും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം കണ്ടുപിടിച്ച് കറക്റ്റ് ചെയ്യാമെന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എഡിറ്റിംഗ് ടെക്നിക്കാണ് ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ കൊടുങ്ങല്ലൂർ എന്നുള്ളിടത്തൊക്കെ എന്താക്കി മാറ്റണം, പറവൂർ എന്നാക്കി മാറ്റണം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എന്താണ് ഫൈൻഡ് ആൻഡ് റീപ്ലേസ് യൂസ് ചെയ്തിട്ട് ഈ കൊടുങ്ങല്ലൂർ എവിടെയൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ ഫൈൻഡ് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് റീപ്ലേസ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് അതിനെല്ലാം നിങ്ങൾ എന്താക്കി മാറ്റാണ്, പറവൂർന്നാക്കി മാറ്റാണ്. അതാണ് ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പാണ് എന്താണ്, ഹോം ടാബിൽ ഫൈൻഡ് ചെയ്യാൻ. ഞാൻ പറഞ്ഞു കൊടുങ്ങല്ലൂരിൽ നിന്നുള്ളത് മാറ്റി നിങ്ങൾക്ക് പറവൂരിൽ നിന്നാക്കണം. അപ്പോൾ തന്നെ ഫസ്റ്റ് എന്താ നമ്മൾ ചെയ്യേണ്ടത്, ഫൈൻഡ് ചെയ്യണം അല്ലേ. ഈ കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന വേർഡ്സ് നിങ്ങൾ എവിടെയൊക്കെ ടൈപ്പ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോം ടാബിൽ എഡിറ്റിംഗ് ഗ്രൂപ്പിൽ ഫൈൻഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ഹോം ടാബിൽ എഡിറ്റിംഗ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഫൈൻഡ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത് ഈ ഫൈൻഡ് ഓപ്ഷൻ വെച്ചിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള വേർഡ്സാണ്. ഇപ്പോൾ ഇവരിവിടെ ചെക്ക് ചെയ്തിരിക്കുന്നത് എന്താണ്, ടൈപ്പ് ഹിയർ എന്നുള്ള വേർഡ് എവിടേക്ക് ഉണ്ടെന്നാണ് ഇവർ നോക്കിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഡോക്യുമെൻറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എവിടെയൊക്കെയാണോ ടൈപ്പ് ഹിയർ എന്ന് വന്നിരിക്കുന്നത് അതെല്ലാം അവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് അത് ഫൈൻഡ് ചെയ്യുക. ദെൻ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ചെയ്യേണ്ടത് എന്താണ്, ആ വേർഡ്സിനെ എല്ലാം നമ്മൾക്ക് റീപ്ലേസ് ചെയ്യണം അല്ലേ. അപ്പോൾ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോം ടാബിൽ എഡിറ്റിംഗ് ഗ്രൂപ്പിൽ നിങ്ങൾ എന്ത് സെലക്ട് ചെയ്യണം, റീപ്ലേസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അപ്പോൾ വരുന്ന ഡയലോഗ് ബോക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, ഫൈൻഡ് വാട്ട് എന്നുള്ളതിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തേക്കണം എന്താണ്, ടൈപ്പ് ഹിയർ എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ദെൻ റീപ്ലേസ് വിത്ത് അവിടെ എന്താണ്, പ്ലീസ് ടൈപ്പ് ഹിയർ. അപ്പോൾ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ കൊടുങ്ങല്ലൂരും പറവൂരും ആയിരുന്നു. ഇവരിവിടെ എടുത്തിരിക്കുന്ന എക്സാമ്പിൾ എന്താണ്, ടൈപ്പ് ഹിയറും പ്ലീസ് ടൈപ്പ് ഹിയറും ആണ്. അപ്പോൾ നിങ്ങളുടെ ആ ഡോക്യുമെൻറ്റിൽ എവിടെയൊക്കെ ടൈപ്പ് ഹിയർ എന്ന് കൊടുത്തിട്ടുണ്ടോ അതെല്ലാം മാറി എന്തായിട്ട് വരും, പ്ലീസ് ടൈപ്പ് ഹിയർ എന്നായിട്ട് വരും. അതാണ് ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ എന്താ പറഞ്ഞത്, ഫൈൻഡ് ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്സ് എങ്ങനെയാണ്, ഹോം ടാബിൽ എഡിറ്റിംഗ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിന്ന് ഫൈൻഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫൈൻഡ് വാട്ട് എന്നുള്ളടത്ത് എന്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ കൊടുങ്ങല്ലൂർന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ദെൻ നിങ്ങൾ റീപ്ലേസിനുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അപ്പോൾ എന്താണ്, ഹോം ടാബിൽ എഡിറ്റിംഗ് ഗ്രൂപ്പിൽ റീപ്ലേസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ദെൻ റീപ്ലേസ് വിത്ത് എന്നുള്ളടത്ത് എന്ത് ടൈപ്പ് ചെയ്യണം, പറവൂർന്ന് ടൈപ്പ് ചെയ്യുക. ഇനി നെക്സ്റ്റ് വരുന്നതാണ് അപ്പെൻഡിങ് ടെക്സ്റ്റ് ടു എ ഡോക്യുമെൻറ്റ്. അതായത് നിങ്ങളൊരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഡോക്യുമെൻറ്റിലേക്ക് വേറെ എവിടെ നിന്നെങ്കിലും കുറച്ച് ടൈപ്പ് ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ടെക്സ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അപ്പെൻഡ് ചെയ്യണം, കൂട്ടിച്ചേർക്കണം. അതിനുള്ള സ്റ്റെപ്സാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡോക്യുമെൻറ്റിലേക്ക് വേറെ എവിടെ നിന്നെങ്കിലും ടെക്സ്റ്റ് അപ്പെൻഡ് ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്സാണ് ഇവിടെ പറയുന്നത്. അതിനെന്താ ചെയ്യേണ്ടത്, ഇൻസേർട്ട് എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്യുക. ഇൻസേർട്ട് ടാബിൽ ടെക്സ്റ്റ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് ഉണ്ടാവും. അതിൽ നിന്ന് ഒബ്ജക്റ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ദെൻ ടെക്സ്റ്റ് ഫ്രം ഫയൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതായത് ഏത് ഫയലിൽ നിന്നാണോ നിങ്ങൾക്ക് ടെക്സ്റ്റ് അപ്പെൻഡ് ചെയ്യേണ്ടത് ആ ഫയലാണ് സെലക്ട് ചെയ്യേണ്ടത്. ദെൻ ഇൻസേർട്ട് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക.
അപ്പോൾ എന്താണ്, ആ ഫയലിലുള്ള ടെക്സ്റ്റ് നിങ്ങളുടെ പേജിലേക്ക് ഇൻസേർട്ട് ആയിട്ടുണ്ടാവും. അതായത് മറ്റൊരു പേജിൽ നിന്ന് ടെക്സ്റ്റിനെ നിങ്ങളുടെ ഡോക്യുമെൻറ്റിലേക്ക് അപ്പെൻഡ് ചെയ്യാനുള്ള സ്റ്റെപ്സാണ്. അതിനർത്ഥം എന്താണ്, ഒരു പേജിൽ നിന്ന് ഒരു ടെക്സ്റ്റ് എടുത്തിട്ട് നിങ്ങളുടെ പേജിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മളത് ഏത് ടാബിൽ നിന്നാണ് എടുക്കേണ്ടത്? ഇൻസേർട്ട് ടാബിൽ നിന്നാണ്. അവിടെ ടെക്സ്റ്റ് ഗ്രൂപ്പിൽ ഒബ്ജക്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഈ പിക്ചറിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ടെക്സ്റ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പ് അവിടെ കിടക്കുന്ന കാണാം. അതിൽ ഒബ്ജക്റ്റ് എന്നുള്ള ഓപ്ഷനിൽ നിന്ന് ടെക്സ്റ്റ് ഫ്രം ഫയൽ എന്നുള്ളത് സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഏത് ഫയലിൽ നിന്നാണോ നിങ്ങൾക്ക് ടെക്സ്റ്റിനെ അപ്പെൻഡ് ചെയ്യേണ്ടത് ആ ഫയൽ സെലക്ട് ചെയ്യുക. ദെൻ ഇൻസേർട്ട് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫയലിലുള്ള ടെക്സ്റ്റ് നിങ്ങളുടെ ഡോക്യുമെൻറ്റിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ടാവും. ദെൻ നെക്സ്റ്റ് പറയുന്നത് ക്ലിപ്പ് ബോർഡിനെ കുറിച്ചാണ് അല്ലേ. നമ്മൾ ടാബുകളും ഗ്രൂപ്പുകളൊക്കെ പറഞ്ഞിരുന്നപ്പോൾ ക്ലിപ്പ് ബോർഡ് എന്നുള്ള ഗ്രൂപ്പിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ ക്ലിപ്പ് ബോർഡിൽ വരുന്ന കണ്ടൻസ് ആണ് കട്ട്, കോപ്പി, പേസ്റ്റ്, ഫോർമാറ്റ്, പെയിൻറ്. ഇതെല്ലാവർക്കും അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഡോക്യുമെൻറ്റിൽ ഒരു വേർഡോ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസോ ഒരു പാരാഗ്രാഫോ ഒരു പിക്ചറോ നിങ്ങൾക്ക് എന്താണ് കട്ട് ചെയ്യാൻ സാധിക്കും. കട്ട് ചെയ്തതിനെ നിങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് പേസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ എന്താണ്, അതിനെ കോപ്പി ചെയ്യാൻ സാധിക്കും. കോപ്പി ചെയ്തതിനെ വേറൊരു സ്ഥലത്തേക്ക് പേസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഫോർമാറ്റ് പെയിൻറ്റർ എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ ഈ പറയുന്ന 4 കാര്യങ്ങളും എവിടെയാണുള്ളത്? ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്ന ഗ്രൂപ്പിലാണുള്ളത്. ഹോം ടാബിൻ്റെ ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് ഈ പറഞ്ഞ 4 കാര്യങ്ങളും ഉള്ളത്. കോപ്പി ചെയ്യാനും പേസ്റ്റ് ചെയ്യാനും നമ്മൾ ചില ഷോർട്ട് കട്ട് കീസ് യൂസ് ചെയ്യും. അപ്പോൾ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ട് കീ ആണ് Ctrl+C എന്നുള്ളത്. അതുപോലെ തന്നെ പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ ആണ് Ctrl+V എന്ന് പറയുന്നത്. ഇനി ഫോർമാറ്റ് പെയിൻറ്റർ എന്താണെന്ന് പറഞ്ഞുതരാം. ഫോർമാറ്റ് പെയിൻറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഡോക്യുമെൻറ്റിൽ ഹലോ എന്ന് പറഞ്ഞിട്ടൊരു വേർഡ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഹലോ എന്ന് പറയുന്ന വേർഡ് നിങ്ങൾ ബോൾഡ് ആക്കിയിട്ടുണ്ട്, ഒരു റെഡ് കളറും കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. എന്താണ്, നിങ്ങളുടെ ഡോക്യുമെൻറ്റിൽ നിങ്ങളൊരു ഹലോ എന്ന് പറയുന്നൊരു വേർഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം അത് ബോൾഡാക്കി അതിന് റെഡ് കളറും കൊടുത്തു. അപ്പോൾ ഈ ബോൾഡും ഈ റെഡ് കളറുമാണ് നിങ്ങൾ അതിന് കൊടുത്തിരിക്കുന്ന ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഹലോ എന്ന് പറയുന്ന വേർഡിന് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഫോർമാറ്റിംഗ് എന്തൊക്കെയാണ്? റെഡ് കളറും ബോൾഡുമാണ്. അപ്പോൾ ഈ സെയിം ഫോർമാറ്റിംഗ് നിങ്ങൾക്ക് ആ ഡോക്യുമെൻറ്റിലുള്ള വേറെ ടെക്സ്റ്റുകൾക്കും കൊടുക്കണം. അങ്ങനത്തെ അവസരങ്ങളിൽ നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം? ഫോർമാറ്റ് പെയിൻറ്റർ യൂസ് ചെയ്യാം. അതായത് നിങ്ങൾ ഈ ഫോർമാറ്റ് പെയിൻറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഹലോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഈ ഹലോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ എന്താ ചെയ്യുന്നത്? ഹലോ എന്ന് പറയുന്ന വേർഡിന് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഫോർമാറ്റിംഗ് ആണ് കോപ്പി ആവുന്നത്. എന്നിട്ട് അത് നിങ്ങൾക്ക് വേറെ ഏതൊക്കെ വേർഡ്സിനാണോ ഈ സെയിം ഫോർമാറ്റിംഗ് കൊടുക്കേണ്ടത് ആ വേർഡ്സിൻ്റെ മേലെ എല്ലാം കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഹായ് എന്നുള്ള വേർഡിന് കൊടുക്കണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വേർഡിന് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ബോൾഡ് ആക്കണം, അതുപോലെ തന്നെ റെഡ് കളർ കൊടുക്കണം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഫോർമാറ്റ് പെയിൻറ്റർ ക്ലിക്ക് ചെയ്യുക, ദെൻ ഹലോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ വേറെ ഏതൊക്കെ വേർഡ്സിനാണോ നിങ്ങൾക്ക് ഈ സെയിം ഫോർമാറ്റിംഗ് കൊടുക്കേണ്ടത് ആ വേർഡ്സിൻ്റെ മേലെ എല്ലാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വേർഡ്സ് എല്ലാം എന്തായി മാറും? ബോൾഡായി മാറും, റെഡായി മാറും. അതാണ് ഫോർമാറ്റ് പെയിൻറ്ററിൻ്റെ യൂസ്. നെക്സ്റ്റ് വൺ ആണ് വർക്കിംഗ് വിത്ത് കോളംസ്. ഇവിടെ കോളംസ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഒരു പേജിനെ തന്നെ, ഒരു പേജിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന ഒരു പാരാഗ്രാഫിനെ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് കോളംസ് ആയിട്ട് ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ന്യൂസ് പേപ്പറൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതിൽ ഒരു ഹെഡിങ്ങിൻ്റെ താഴെ ന്യൂസ് കൊടുത്തിരിക്കുന്നത് മൾട്ടിപ്പിൾ കോളംസ് ആയിട്ടായിരിക്കും അല്ലേ. 1-2 കോളമോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ കോളംസോ ആയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ഓരോ ഹെഡിങ്ങിൻ്റെ താഴെ ന്യൂസ് പേപ്പറിൽ ന്യൂസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ഒരു പേജിൽ തന്നെ ഡിഫറെൻറ്റ് കോളംസ് ആയിട്ട് ഡാറ്റ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോളംസ് ഉള്ള ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെന്താണ്, പേജ് ലേഔട്ട് ടാബിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ പേജ് സെറ്റപ്പ് എന്നുള്ള ഗ്രൂപ്പിൽ കോളംസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ്, പേജ് ലേഔട്ട് എന്നുള്ള ടാബാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ പേജ് സെറ്റപ്പ് എന്നുള്ള ഗ്രൂപ്പിൽ എന്തുണ്ട്, കോളംസ് എന്നുള്ളൊരു ബട്ടൺ കാണാം. ആ കോളംസ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ 2 കോളം 3 കോളം അങ്ങനെ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേജിനെ 2 കോളംസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 2 കോളംസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതേസമയം 3 കോളംസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടതെങ്കിൽ എന്താണ്, 3 കോളംസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് വൺ ആണ് ഡോക്യുമെൻറ്റ് വ്യൂസ്. നമ്മൾ
വേർഡിൻ്റെ യൂസർ ഇൻ്റർഫേസ് പറഞ്ഞപ്പോൾ അതിൽ ഡോക്യുമെൻറ്റ് വ്യൂസ് എന്താണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഡോക്യുമെൻറ്റ് വ്യൂസ് എന്താണെന്നുള്ളത് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു പേജിനെ തന്നെ പല രീതിയിൽ നമ്മൾക്ക് വ്യൂ ചെയ്യിക്കാൻ പറ്റും. ഒരു ഡോക്യുമെൻറ്റിനെ പല രീതിയിൽ വ്യൂ ചെയ്യിക്കാൻ പറ്റും. അതാണ് ഡോക്യുമെൻറ്റ് വ്യൂസ് എന്ന് പറയുന്നത്. അതിൽ വരുന്നത് 5 ഓപ്ഷൻസാണ് വരുന്നത്. റീഡ് മോഡ് ഉണ്ട്, പ്രിൻ്റ് ലേഔട്ട് ഉണ്ട്, വെബ് ലേഔട്ട് ഉണ്ട്, ഔട്ട്ലൈൻ ഉണ്ട്, ഡ്രാഫ്റ്റ് ഉണ്ട്. അതിൽ റീഡ് മോഡ് എന്തായിരിക്കും? ആ പേര് സൂചിപ്പിക്കുന്നത് തന്നെ പോലെ തന്നെ നമ്മൾക്ക് എന്താണ്, റീഡ് ചെയ്യാൻ പാകത്തിന് ഒരു ഡോക്യുമെൻറ്റിനെ വ്യൂ ചെയ്യിക്കുന്നതാണ് റീഡ് മോഡ് എന്ന് പറയുന്നത്. ഇനി പ്രിൻ്റ് ലേഔട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഡോക്യുമെൻറ്റ് പ്രിൻ്റ് എടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെ ഇരിക്കും എന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പ്രിൻ്റ് ലേഔട്ട് എന്നുള്ള വ്യൂ നമ്മൾ ചൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എന്താണ്? വെബ് ലേഔട്ടാണ്. എന്താണ് വെബ് ലേഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു വെബ് പേജ് യൂസ് ചെയ്യുമ്പോൾ അതിലെങ്ങനെയാണോ കാണുന്നത് അതുപോലെയായിരിക്കും വെബ് ലേഔട്ട് എന്ന് പറയുന്നത്. അടുത്തത് വരുന്നത് എന്താണ്? ഔട്ട്ലൈൻ വ്യൂ ആണ്. അതായത് നിങ്ങളുടെ പേജ് എങ്ങനെ ഇരിക്കുന്നു എന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഔട്ട്ലൈൻ വ്യൂ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്. ലാസ്റ്റ് വണ്ണാണ് ഡ്രാഫ്റ്റ്. അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ നിങ്ങളുടെ ഡോക്യുമെൻറ്റിൽ വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യൂ ഓപ്പൺ ചെയ്യാം? ഡ്രാഫ്റ്റ് വ്യൂ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും.